മകളുടെ ജീവിതത്തിന്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടും തടസ്സപ്പെട്ട് കിടക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പിശാചിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുന്ന ചില മേഖലകളെ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കാൻ പോകാം. ഇവൻ ആ കബോർഡിൽ നിന്ന് അതെല്ലാം കൂടി എടുത്തിട്ട് അപ്പോഴുള്ള ദേഷ്യം തീർത്താണ്. പാപത്തോടുള്ള ബന്ധനത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്തതിന് കാരണം ചില മാതാപിതാക്കള് ജീവിത പങ്കാളിയോടുള്ള പ്രശ്നം കൊണ്ട് ചിലപ്പോൾ 1 വയസ്സ് 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഈ ജീവിത പങ്കാളിയോട് ദേഷ്യം തീർക്കുന്ന ഈ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളോട് നല്ല കീറ് കൊടുക്കും. ആലമട്ടൊക്കെ കഴിയുന്നത് നമ്മൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് വിടുതൽ കിട്ടേണ്ട മേഖലകൾ നമ്മളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ചിലപ്പോൾ അമ്മായപ്പനായിരിക്കും, അമ്മായിയമ്മയായിരിക്കും, അയൽവക്കാരായിരിക്കും, വീട്ടുകാരായിരിക്കും, കുടുംബക്കാരായിരിക്കും, മക്കളായിരിക്കും. ഈ കുറയ്ക്കുന്നവരെല്ലാ പട്ടികളും കുറെ നിർത്തിയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തില്ല. അവന് ദേഷ്യം വന്ന അവന് വയറോട്ട് പിടിച്ചിട്ട് ഇവന്റെ തല അടിച്ചു പൊട്ടിക്കുന്നത്. നമ്മുടെ തലയാണ് തലി പിടിക്കുന്നെങ്കിലും ബാക്കിയുള്ളവരുടെ തല തലി പിടിക്കുന്നത്, തലമണ്ട അടിച്ചു പിടിക്കുന്നത്. ഈ നുണ പിശാച് അനേകരുടെ മനസ്സിൽ അടിച്ചുറപ്പിച്ചിട്ട് ഇന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അത്ര കണ്ട് പ്രധാനപ്പെട്ടതല്ലാത്തതും പ്രാധാന്യം കൊടുക്കാത്തതുമായ ചില മേഖലകളാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത പിശാച് നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും പ്രവേശിക്കുന്ന അവന്റെ പ്രവേശന വഴികളെ നമ്മൾ അറിയണം. അപ്പൊ നമ്മൾ വളരെ ലാഘവത്തോടെ എടുക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണും. കാരണം എന്താ, അത് പ്രത്യക്ഷത്തിൽ സീരിയസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മളതിനെ വളരെ ഗൗരവത്തോടെ എടുക്കും. മാരക പാപങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കും. കാരണം എന്താ, ആ പാപത്തിലൂടെ പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവേശിക്കുമെന്ന് അറിയാവുന്നത്. നമ്മളിലും തിന്മയ്ക്ക് നമ്മൾ എൻട്രി കൊടുക്കുന്ന ഏറ്റവും സുതാര്യമായ പ്രവേശന കവാടം പാപമാണ്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ജാഗ്രത പാലിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. എന്നാൽ അധികം ജാഗ്രത പാലിക്കാത്തതും ശ്രദ്ധിക്കാത്തതും എന്നാൽ പിശാചിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുന്ന ചില മേഖലകളെ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കാൻ പോവാം. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാമത്തെ വചനം. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ആരിൽ? ഇപ്പൊ ഇവിടെ അന്ത്യത്താഴ വിരുന്നിനിരിക്കുന്ന സമയത്ത് യേശു ആത്മാവിൽ അസ്വസ്ഥമായിട്ട് പറയാൻ തുടങ്ങി, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോ യോഹന്നാൻ കർത്താവിന്റെ പക്ഷത്തിൽ ചേർന്ന് കിടക്കുകയാണ്. പത്രോസ് പറയും, ആംഗ്യമൊക്കെ കാണിച്ചിട്ട് ചോദിക്കുക അതാരാണെന്ന് ചോദിക്കുക, അതാരാണ് ഒറ്റുകൊടുക്കാൻ പോകുന്നത് ചോദിക്കാൻ പറയും. അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഈ അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അത് അപ്പക്കഷ്ണം എടുത്ത് മുക്കി യൂദാസ് കറിയോത്തയുടെ മകൻ നമ്മുടെ യൂദാസിന് കൊടുത്തു. ഇനി ഉള്ള വചനമാണ് നിങ്ങൾ വായിച്ചത്. ഈ അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് ആദ്യത്തെ അത്താഴ വിരുന്നിൽ ജീവിക്കുന്ന കർത്താവ് മുക്കിക്കൊടുത്ത അവന്റെ ശരീരമാണ്, അവന്റെ രക്തമാണെന്ന് പറഞ്ഞു കൊടുത്ത അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിലേക്ക് പ്രവേശിച്ചു, എൻട്രി എടുത്തു. വചനം കൂട്ടിച്ചേർക്കുകയാണ്. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം, ഉറക്കെ പറഞ്ഞ് വേഗം ചെയ്യുക. ഇത് നമ്മൾ അധികം പേര് ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. ചിലരൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, ഡെയിലി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രകളിൽ നമ്മുടെ ആത്മീയ ഭക്ഷണം, സ്വർഗീയ യാത്രയിലേക്കുള്ള തിരുപാതേയം പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ അനുദിനം പരിപോഷിപ്പിക്കുന്ന അവന്റെ ശരീരരക്തങ്ങളാണ്. എന്നാൽ വിശുദ്ധിയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മളിലേക്ക് സാത്താൻ പ്രവേശിക്കും എന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ അതിന് തൊട്ടു മുമ്പത്തെ വചനഭാഗം വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായം 10ഉം 11 തിരുവചനങ്ങളൊന്ന് വായിച്ച്. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്. എന്നാൽ അവൻ പറഞ്ഞു എല്ലാവരും അല്ല. കർത്താവ് നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരാണ്, പക്ഷെ എല്ലാവരും അല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരോ ശുദ്ധി ഇല്ലാത്തവരുണ്ട് എന്ന് കർത്താവ് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഇവിടെ ശരീരത്തിന്റെ വിശുദ്ധിയല്ല, പിന്നെയോ മനസ്സിന്റെ ശുദ്ധിയാണ്. ശ്രദ്ധിക്കണേ. കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇനി പോയി വേഗം ചെയ്യുക. ഇവനെന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? കുറച്ച് കാശ് അല്ലെ, പണത്തോടുള്ള ആർത്തി കാരണം യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. അവന്റെ തീരുമാനത്തില്, അവന്റെ ആലോചനയില്, അവന്റെ ചിന്തയില് ഓൾറെഡി ഈശോയെ നിഷേധിച്ചു.
ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു, മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. നോക്കിയേ, അപ്പൊ മനസ്സുകൊണ്ട് ഒരു പാപം ചെയ്യാൻ ഉറപ്പിച്ചിട്ട്, മനസ്സുകൊണ്ട് ഒരു പാപത്തോട് നമ്മുടെ ജീവിതത്തെ കണക്ട് ചെയ്തിട്ട്, മനസ്സുകൊണ്ട് ചില പാപങ്ങൾ, ഇവിടെ അത്യാഗ്രഹം എന്ന പാപമാണ് ശരിക്കും പറഞ്ഞവനെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്, ധനത്തോടുള്ള അത്യാഗ്രഹം. അതുകൊണ്ടാണല്ലോ തിമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, 6-ാം അധ്യായത്തിൽ, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം. എല്ലാ തിന്മയുടെയും ഒരു അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത് ധനമോഹമാണ്. യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കാനുള്ള ഒരു കാരണം വചനം പറയുന്നത് ഈ അത്യാഗ്രഹമാണ്, ധനത്തോടുള്ള ആർത്തി. അതുകൊണ്ടാണ് ഇവൻ ആ പണത്തിന് വേണ്ടിയിട്ട് യേശുവിനെ ഒറ്റുകൊടുക്കാൻ പോലും തീരുമാനമെടുത്തത്. അപ്പോ നമ്മള് ഈ പണത്തോടുള്ള മോഹം, നമ്മൾ എനിക്ക് തോന്നുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സമാനമായൊരു സംഭവം കിടപ്പുണ്ട്. പിശാച് കൊടുത്തൊരു പ്രേരണയായിട്ട് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അനനിയാസിന്റെയും സഫീറയുടെയും സംഭവത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട്, രണ്ടുപേരും പറമ്പൊക്കെ വിറ്റ് കിട്ടിയത് തുക അവിടെ ആ കാലഘട്ടത്തിന്റെ സവിശേഷത അനുസരിച്ച് അപ്പസ്തോലിക കൂട്ടായ്മയിൽ അവർ പങ്കുചേരുന്നതിന്റെ ഭാഗമായി എല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽപാദങ്ങൾ കൊണ്ടുവയ്ക്കും. ഇവരെന്ത് ചെയ്തു? വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇവർ അല്പം കുറച്ച് മാറ്റിവെച്ചു. ഈ പണത്തിൽ നിന്നും, കിട്ടിയ ധനത്തിൽ നിന്നും പണത്തിൽ നിന്നും അല്പം ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോയി അപ്പസ്തോലന്മാരുടെ കാൽപാദത്തിൽ വെച്ചു. അപ്പൊ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അനനിയാസേ, വായിച്ചേ, അനനിയാസേ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? കണ്ടോ, സാത്താൻ ഒരു പ്രേരണ കൊടുത്ത് ആ പ്രേരണയ്ക്ക് ഒരു വശംവദരായപ്പോൾ ആ ആലോചനയിലൂടെ, ആ ചിന്തയിലൂടെ പിശാച് അവരിൽ കയറി. അതുകൊണ്ടെന്തായി? പരിപൂർണമായൊരു സമർപ്പണം അസാധ്യമായിട്ട് മാറി. കർത്താവിന് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കേണ്ട ഒരു ജീവിതം, അതിന്റെ പരിപൂർണമായ സമർപ്പണത്തിലേക്ക് അവരെ എത്തിക്കാതെ അവരുടെ തലയ്ക്കകത്ത്, അവരുടെ ആലോചന, അവരുടെ ചിന്തയിൽ സാത്താൻ ഒരു ആലോചന ഇട്ടുകൊടുത്തു. എല്ലാം കൊടുക്കണ്ട, എല്ലാം സമർപ്പിക്കണ്ട, കുറച്ച് മാറ്റി വെച്ചേക്കാൻ. അതുകൊണ്ടാണ് പത്രോസ് എന്തുകൊണ്ട് സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു? പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ. അവിടെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ, ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും, ലോകം മുഴുവനും ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ലോകം മുഴുവനും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്റെ മുറുമുറുപ്പ് പോലും, നിന്റെ ആലോചന പോലും കർത്താവിന്റെ കണ്ണിൽ പെടാതെ പോകില്ല. അപ്പോഴാണ് പറമ്പിന്റെ ഒരു അംശം ഇവര് മാറ്റിവെച്ചത്. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുക ചെയ്തത്, കള്ളത്തരം കാണിച്ച്, ധനമോഹം കാരണം, പണത്തോടുള്ള താല്പര്യം കാരണം അവര് പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു. ദൈവാത്മാവിനെ വഞ്ചിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. ആരും കാണുന്നില്ല എന്ന് കരുതി കുറച്ച് മാറ്റി വെച്ചിട്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പസ്തോലന്മാരുടെ കാൽപാദങ്ങൾ കൊണ്ടുവച്ചു. അപ്പോഴാണ് പത്രോസ് ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പിശാച് തരുന്ന ആലോചനകളെ നമ്മൾ പിഞ്ചെല്ലുകയും പാപത്തിലേക്കുള്ള നമ്മുടെ ചായ്വുകളെ നമ്മൾ താലോലിക്കുകയും പാപത്തിലും പാപസുഖത്തിലും നമ്മൾ ആയിരിക്കുകയും എന്നിട്ട് നാം കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ അയോഗ്യതയോടെ, അശുദ്ധിയോടെ, വിശുദ്ധിയില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വചനം പറയുന്നു, നമ്മളിലേക്ക് പരിശുദ്ധാത്മാവല്ല, ഈശോയല്ല വരുന്നത്, പിശാചാണ്, സാത്താൻ പ്രവേശിക്കുക എന്ന് പറയുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ചിലരൊക്കെ വീമ്പളക്കാറുണ്ട്, എൻ്റെ അപ്പനോ അമ്മയൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാ, അവര് നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നവരാ. ശരിയായിരിക്കാം, പള്ളിയിൽ പോവായിരുന്നു, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ എവിടെയെങ്കിലും സഹോദര ബന്ധം മുറിഞ്ഞോ, വെറുപ്പോ, വിദ്വേഷമോ, അങ്ങനെ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ജീവിതത്തെ താലോലിക്കുകയും ചെയ്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ അവർ ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന പിശാചിനെ, എല്ലാ ദിവസവും വീട്ടിൽ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കുടുംബാംഗങ്ങള് കൂടപ്പുറപ്പിനോട് വെറുപ്പുള്ളി വെച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും സ്വന്തം സഹോദരനോട് ക്ഷമിക്കാതെയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോകും. കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ ഒരു അമ്മ മകനെ കൊണ്ട് വന്ന, അപ്പൊ മകന്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവരുന്നത്, അവൻ ഇച്ചിരി അലമ്പാണ്, അവനെ പറഞ്ഞിട്ട് അലമ്പ അലമ്പാണ്.
അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അവൻ പറഞ്ഞാൽ അറിയാം, ശരിയാണ്, അമ്മ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാൻ പള്ളിയിലും പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. ശരിയാണ്, അമ്മ പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും അമ്മ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ. വായ തുറന്നാൽ അമ്മ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവര് സഹോദരങ്ങളൊക്കെ ആയിട്ടൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇതൊക്കെ ശരിയാണ്, അമ്മ പറഞ്ഞൊക്കെ ശരിയാണ്, അമ്മ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. അപ്പൊ കർത്താവ് ഹൃദയം പരിശോധിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയില്ലാതെ പാപത്തോടുകൂടി മനസ്സിലെങ്കിലും ഒരു പാപത്തെ താലോലിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ യൂദാസ് അത് അത്യാഗ്രഹമായിരുന്നു, മനസ്സിലാണ്, ചിന്തകളിൽ കർത്താവിന് ഒറ്റ കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടാണ് നിൽക്കുന്നത്. ആ താലോലിച്ചുകൊണ്ട് നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് സാത്താൻ പ്രവേശിക്കുന്നു എന്ന വചനം പറയുന്നത്. അതുകൊണ്ടാണ് ചിലരുടെയൊക്കെ ഹൃദയം കഠിനമായി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ചില പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റാതെ, ചില പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ, ചില പാപത്തോടുള്ള ബന്ധത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്തതിന് കാരണം ഈ പാപത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതുകൊണ്ടാണ്. കാരണം എന്താ? അപ്പൊ ആ തിന്മ ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഉറയ്ക്കാൻ തുടങ്ങും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11:27 മുതലുള്ള വചനങ്ങളോട് ഇന്ന് കൂട്ടി വായിച്ച്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അത് തന്നെ പാപമാണെന്ന്. എന്ത്? വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പാപമാണെന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണല്ലോ നമ്മുടെ രക്ഷ, നമ്മുടെ വീണ്ടെടുപ്പ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പാപമാണെന്നാ പറയുന്നത്. എപ്പോ? അയോഗ്യതയോടെ, യോഗ്യതയില്ലാതെ, സ്വന്തം ശരീരത്തെ വിവേചിച്ചറിയാതെ കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. നിങ്ങളിൽ ചിലർ രോഗികളും മനസ്സ് ദുർബലമായതിന്റെയും നിങ്ങളിൽ ചിലർ മരിച്ചു പോയതിന്റെയും കാരണം ഇതാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ അത്ര അങ്ങോട്ട് ഗൗരവമാക്കാം. കാരണം എന്താ? നമ്മളൊരു ഡെയിലി റൊട്ടീൻ അനുസരിച്ച് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ല ഈ കാര്യത്തിൽ. ഇത് പറയുമ്പോൾ ഞങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം എന്താ? നിങ്ങളിപ്പോൾ ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആരും ചോദിക്കോ? നിങ്ങൾ എവിടെയെങ്കിലും വന്നിരുന്ന് കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ പോയി, വല്ല കുഴപ്പമുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് ചോദിക്കോ? ഞങ്ങളിവിടെ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഇതെന്താണ് ഈ പുള്ളി ചോദിക്കല്ലേ? നിങ്ങളെക്കാളും വലിയ ഭാരം ഞങ്ങൾക്കാണ് ഈ വചനം സമ്മാനിക്കുന്നത്. കാരണം എന്താ? എല്ലാ ദിവസവും ബലിയർപ്പിക്കുകയും എല്ലാ ദിവസവും കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. കഴിഞ്ഞ 16 വർഷമായിട്ട് ബലി മുടങ്ങാതെ അർപ്പിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കുമ്പസാരം അനിവാര്യമാണെന്ന് തോന്നും. എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ കുർബാനയുടെ ലിസ്റ്റ് ഇടുമ്പോൾ രാവിലത്തെ എൻ്റെ കുർബാനയുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ എന്നെ ഒഴിവാക്കും. എന്നിട്ട് രാവിലെ എപ്പോഴെങ്കിലൊക്കെ പോയിട്ട് കുമ്പസാരിച്ചിട്ട് വൈകിട്ടത്തെ ഏതെങ്കിലും കുർബാന ചൊല്ലും. അതല്ലാതെ വേറെ മാർഗമില്ല. രാവിലെ കുർബാന ചൊല്ലിയാൽ പാപത്തോടു കൂടിയാണ് ബലിയർപ്പിക്കുന്നത്. അപ്പൊ അതിനുള്ള എളുപ്പ വഴി എന്താ? ഞാൻ പറയാം, അച്ഛാ ഇന്ന് രാവിലെ എനിക്ക് കുർബാന ഇടണ്ട കേട്ടോ, വൈകിട്ട് ഏതെങ്കിലും കുർബാന ഇട്ടോളം പറയും. അപ്പോൾ അച്ഛൻ വിചാരിക്കും ഞാൻ ക്ഷീണിതനായതുകൊണ്ടാണെന്ന്. അല്ല, പാപിയായതുകൊണ്ടാണ്. ക്ഷീണിതനായതുകൊണ്ടല്ല, പാപിയായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൈകിട്ട് മതി, ഞാൻ ഇച്ചിരി ലേറ്റൊക്കെ ആയിട്ടല്ലേ കിടക്കുന്നത്, അപ്പോൾ വൈകിട്ടത്തെ കുർബാന ഏത് വേണമെങ്കിലും ഇട്ടോളം പറയും. എന്നിട്ട് നമ്മൾ വൈകിട്ടത്തിന് മുമ്പ് നമ്മൾ കയറിയ പിശാചിനെ ഇറക്കും. കയറിയ പിശാചിനെ നമ്മൾ വൈകിട്ട് മുമ്പ് എവിടെയെങ്കിലും പോയി കുമ്പസാരിച്ച്, നമുക്കൊരു കുമ്പസാരക്കരം അച്ഛനുള്ളത് കൊണ്ട് നമുക്ക് ഏത് സമയത്ത് ഓടിച്ചെല്ലാം. അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെന്ന് ഏത് ടൈമിൽ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റും. അപ്പോഴേ നമ്മളത് ആ പിശാചിനെ ഇറക്കിയിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. അതല്ല എങ്കിൽ ആ പാപം, ഏത് തിന്മയാണോ നാം താലോലിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് പാപമാണോ നാം താലോലിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പാപത്തിന്റെ പിന്നിലുള്ള പൈശാചിക ശക്തി നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുമെന്ന് മാത്രമല്ല, അത് നമ്മളെ നിരന്തരം പീഡിപ്പിക്കുകയും അതിനോടനുബന്ധമായ എല്ലാ പൈശാചിക ശക്തികളും കൂട്ടത്തോടെ നമ്മുടെ മേൽ ഒരു ആകർഷണ വലയം സൃഷ്ടിക്കാൻ തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട എല്ലാ പിശാചുക്കളും കൂടി ചുറ്റും നിന്ന് നമ്മൾ ആക്രമിക്കാൻ തുടങ്ങും.
ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 17:37 നാം വായിക്കുന്നുണ്ട്, ശവം എവിടെയോ അവിടെ ആര് വരുമെന്ന് പറഞ്ഞേ? ശവം എവിടെയുണ്ടോ അവിടെ. അതുകൊണ്ട് ഒരു പൈശാചിക, ഒരു പാപത്തോടുള്ള ബന്ധം, പൈശാചിക ശക്തിയുടെ സ്വാധീനം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ സമാനമായി അതിനോട് ബന്ധപ്പെട്ട എല്ലാ അശുദ്ധാത്മാക്കളും ചുറ്റിപ്പറ്റി നിൽക്കും. അതിനോട് നമുക്കൊരു ആകർഷണം തോന്നും. അതുമായി ബന്ധപ്പെട്ട പാപങ്ങളിലേക്ക് നമ്മൾ ബോധപൂർവം അല്ലാതെ പോലും നമുക്കൊരു ആകർഷണ വലയം തോന്നാം. അതിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം നമ്മൾ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിലും കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല. എന്നാൽ പാപത്തോടുകൂടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മിൽ സാത്താൻ പ്രവേശിക്കുകയാണ്. പിശാചിന്റെ ഒരു പ്രവേശന കവാടമാണ്. നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത, അടയ്ക്കാത്ത ഒരു പ്രവേശന കവാടമാണ് ഇത്. അതെന്താ പറയുക, അപ്പൊ നമ്മളിങ്ങനെ ആ പാപത്തിൽ തുടരുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഒരു ഭാഗത്ത് ഈ അഹങ്കാരം നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ അങ്ങനെ കരുതി അങ്ങോട്ട് പോകും. എന്നാൽ ഈ കെട്ടുപൊട്ടാൻ നമ്മൾ മുട്ടുകുത്തിയാൽ മതി, എളിമപ്പെട്ടാൽ മതി. മുട്ടുകുത്താന്ന് പറഞ്ഞാൽ എളിമപ്പെടുക. എളിമപ്പെടാതെ ഈ കെട്ടുപൊട്ടില്ല. ചില പാപത്തോടുള്ള നമ്മുടെ നിരന്തരമായ പ്രതിപത്തിയും അതിനെ ഉപേക്ഷിക്കാനുള്ള വിമുഖതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു അഹങ്കാരത്തിന്റെ സ്വാധീനമുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഈ പാപത്തെ തുറന്നാൽ എന്നാ ഇപ്പൊ കുഴപ്പം, പ്രശ്നമൊന്നുമില്ലല്ലോ. ചിലവര് പ്രശ്നമൊന്നുമില്ലല്ലോ, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത്, പ്രഭാഷണ പുസ്തകത്തിൽ ചോദിക്കുന്നല്ലേ, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു? കറുത്ത കോപം സാവധാനമേ വരുമെന്നാണ് വചനം കൂട്ടിച്ചേർക്കുന്നത്. എനിക്കൊന്ന് ഇങ്ങനെ ചില പാപത്തെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് അതിലങ്ങോട്ട് തുടരാനുള്ളൊരു ടെൻഡൻസി നമ്മളിൽ വരുന്നതിന് കാരണം നമ്മൾ ഈ പാപം ചെയ്ത് ആ പാപത്തോട് ബന്ധപ്പെടുത്തി ഒരു അഹങ്കാര ചിന്ത നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാപത്തിന്റെ കെട്ടടിയാൻ ഏക വഴിയുള്ളൂ, ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് മുട്ടുകുത്തുക, എളിമപ്പെടുക. നന്നായിട്ട് നമ്മൾ ആഗ്രഹിക്കുക, തീവ്രമായ ആഗ്രഹം വേണം ഇതിൽ നിന്ന് പുറത്തു വരാൻ. അതിനനുസരിച്ച് ആഴമേറിയ ഒരു എളിമ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എളിമപ്പെടാൻ, അതുകൊണ്ടാണല്ലോ മുട്ടുകുത്താൻ തയ്യാറാകാൻ പറഞ്ഞത്. കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്താൻ നമ്മൾ തയ്യാറാകണം. മറ്റൊരു വാക്കി പറഞ്ഞാൽ, എളിമപ്പെടാൻ തയ്യാറായാൽ നിരന്തരമായ ആ എളിമപ്പെടലിലൂടെ മാത്രമേ ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നൊരു ആത്മാവിന് പുറത്തു വരാൻ പറ്റൂ. അതല്ല എങ്കിൽ ഈ പാപം നമ്മൾ ഉറച്ചു കഴിഞ്ഞു. കാരണം എന്താ, ഈ പാപത്തോടു കൂടിയാണ് ഇന്നലകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്താ, ആ പാപം ക്ലാവ് പിടിച്ചതുപോലെ നമ്മളിൽ ഉറയ്ക്കും. ഇനിയിപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ ഏക വഴിയേ ഉള്ളൂ, എളിമപ്പെട്ട് തീവ്രമായ ആഗ്രഹത്തോടെ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഇതിപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചില പാപം ചെയ്യുകയും ആ പാപത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, ദേവാലയമായിട്ട് ഒത്തിരി അടുത്ത് നിന്നവരാകാം, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്നവരാകാം. അവര് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് ഈശോയല്ല, പിശാചിനെയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മുടെ കുടുംബത്തിനുണ്ടാവും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പലതും എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മളത് ലാഘവത്തോടെ എടുക്കരുത്, വളരെ ഗൗരവത്തോടെ കർത്താവ് എടുത്തൊരു വിഷയമാണ്. ഇനി സാത്താൻ പ്രവേശിക്കുന്ന ഒരു വചനഭാഗം ഞാൻ കാണിച്ചു തരാം. നമ്മളതും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണ് എൻ്റെ സ്വഭാവം, അങ്ങനെയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി, എൻ്റെ അപ്പൻ അപ്പാപ്പന്മാരൊക്കെ ആയിട്ട് അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. എഫെസ്യർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. അതിനെ പറയണം, കോപിക്കാം എന്നാൽ നിങ്ങൾ പാപം ചെയ്യരുത്. അടുത്ത വചനം എന്താ? നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്തോ നീണ്ടു പോകാതിരിക്കട്ടെ. അങ്ങനെ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പോൾ നിങ്ങളുടെ കോപം നീണ്ടു നിന്നാൽ എന്താണ് പ്രശ്നം? സാത്താന് നിങ്ങൾ അവസരം കൊടുക്കുക. കർത്താവ് പറയുന്നത് കോപിക്കാം. സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ കോപിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. കോപം ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന എല്ലാ വികാരങ്ങൾക്കും അതിൻ്റെ നന്മയുണ്ട്. നമ്മളെ പാപത്തിന് നിർബന്ധിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം? ദേഷ്യപ്പെടണം, അല്ലേ? നമ്മളെ കുഴപ്പം അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ
അത് നമ്മളെ കൂടി പാപത്തിൽ കൊണ്ടുപോകാം. അവനോടൊക്കെ നമ്മൾ ദേഷ്യം അല്ലെ കോപിക്കണം, അവനെ ചെറുത്ത് നിൽക്കണം, എതിർക്കുക ചെയ്യണ്ടേ. നമുക്ക് കോപിക്കാൻ കർത്താവ് പരമേശ്വരൻ തന്നിട്ടുണ്ട്. ദൈവികമല്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ ഈ ഒരു വൈകാരികത പ്രയോജനപ്പെടുത്തണം. ദൈവികമല്ലാത്ത കാര്യങ്ങൾ അരങ്ങേറുന്നത് കാണുമ്പോൾ നമ്മൾ കോപിക്കണം. ഈശോ പോലും കോപിച്ചു അല്ലേ, ചാട്ടവാറെടുത്തു, അടിച്ചൊന്നുമില്ല, എല്ലാം തട്ടിമറിച്ചിട്ട് അല്ലേ. കാരണം ദൈവികമല്ലാത്ത ഒരു സ്വാധീനങ്ങളുള്ളിടത്തൊക്കെ നമുക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ വികാരം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വചനം കൂട്ടിച്ചേർക്കുകയാണ്, കോപിക്കാം, എന്നാൽ ഈ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകരുത് എന്ന് പറഞ്ഞാൽ ഈ കോപം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ അനുവദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണങ്ങളെ നമ്മൾ ക്യാരി ഓൺ ചെയ്യാൻ തുടങ്ങിയാൽ, അതിലൂടെ ഒരു തിന്മയ്ക്ക് സാധാരണ നിങ്ങളിൽ പ്രവേശിക്കാൻ പറ്റും. ചിലവരൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്കൊന്നും മിണ്ടാട്ടമൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് അല്ലേ നമ്മൾ ഈ സാമ്പാറിൻ്റെ കഷ്ണം മേടിക്കുന്നല്ലോ, ഇപ്പോൾ വഴിവക്കിലൊക്കെ കവറിലിട്ട് കൊടുത്തിട്ടില്ലേ, ഒരു കിറ്റിലെല്ലാം കിട്ടും എന്ന് പറയുന്ന പോലെ കോപം, വാശി, വെറുപ്പ്, ദേഷ്യം, പിന്നെ നിശബ്ദത, എങ്ങനെയൊക്കെ അതിന്. പിന്നെ ചിലവരിൽ ഇതങ്ങോട്ട് ഒരു തിന്മ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോപിച്ച് ആ കോപത്തിന്റെ പിന്നിലുള്ള തിന്മ നിയന്ത്രണം എടുത്തിട്ട് ഇപ്പൊ ഇതൊരു തിന്മയുടെ സ്വാധീനമായിട്ട് ചിലർ മാറി. തിന്മയ്ക്ക് അവകാശം കിട്ടി, അത് കൊടുക്കരുന്ന കർത്താവ് പറയുന്നത്. ഇതൊരു വൈകാരിക വിഷയമായിട്ടല്ല ചിലവർ കിടക്കുന്നത്, ഒരു പൈശാചിക വിഷയമായിട്ട് മാറി. അതുകൊണ്ടെന്താ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഒരു പിടുത്തമില്ല. എന്താ പറയുന്നേ, എന്നതാ ചെയ്യുന്നേ, ചിലപ്പോ കൈ കിട്ടുന്നൊക്കെ എടുത്തിട്ട് തല്ലി പൊട്ടിക്കും, തകർത്ത് കളയോ. ചേച്ചേൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാ, അവൻ പുതിയ TV ഇടിച്ചു പൊട്ടിച്ചു. നല്ല വലിയ TV അപ്പം മേടിച്ചു വെച്ചാൽ അപ്പനോടുള്ള അടി മൂത്ത് കഴിഞ്ഞപ്പോഴാണ് TV തല്ലി പൊട്ടിച്ചു. പിന്നെ പറഞ്ഞു, എൻ്റെ അച്ഛൻ ആരെങ്കിലൊക്കെ ഗസ്റ്റ് വന്നാൽ കൊടുക്കാൻ വെച്ചിരുന്ന കുറച്ച് ഗ്ലാസും കുറച്ച് പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. ഇവൻ ആ കബോർഡിൽ നിന്ന് അതെല്ലാം കൂടി എടുത്തിട്ട് പൊക്കി എടുത്തിട്ട് ആ പാത്രങ്ങൾ 10-12 പാത്രമുണ്ട്, എല്ലാം കൂടി താഴേക്കിട്ട് പൊട്ടി ചിന്നിച്ച് തരും. ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, നല്ല ക്രിസ്റ്റലിൻ്റെ ഗ്ലാസ്സാണ്, എല്ലാം എടുത്ത് അപ്പനോടുള്ള ദേഷ്യം തീർത്തവൻ. പൈശാചികമായിട്ട് മാറും ചിലപ്പോൾ. അത് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞാൽ തിന്മ കൺട്രോൾ എടുത്തു. നമുക്കൊരു കൺട്രോൾ ഇല്ല എന്ന് പറയുമ്പോൾ മറ്റെന്തോ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നീ എന്തിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നീ അതിന്റെ അടിമയാണ്. പത്രോസിലേക്ക് പറയും, നീ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ നീ അതിന്റെ അടിമയാണ്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പാപം നിന്നെ തോൽപ്പിക്കുന്നെങ്കിൽ നീ പാപത്തിന്റെ അടിമയാണ്. അപ്പോ ഈ വൈകാരികത എന്നെ തോൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള തിന്മ എന്നെ അടിമയാക്കിപ്പോ. അതുകൊണ്ടെന്താ, എനിക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നിയന്ത്രണമില്ല. എനിക്ക് എന്ത് ചെയ്യണോ, ആരാണെന്ന് പോലും നോക്കിയാൽ, അപ്പനാണോ അമ്മയാണോ ജീവിത പങ്കാളിയാണോ മക്കളാണോ, ഇതൊന്നുമില്ല. ചിലപ്പോൾ ചില മാതാപിതാക്കള് ജീവിത പങ്കാളിയോടുള്ള പ്രശ്നം കൊണ്ട് ചിലപ്പോൾ 1 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും ഈ ജീവിത പങ്കാളിയോട് ദേഷ്യം തീർക്കുന്ന ഈ ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളോടാ നല്ല കീറ് കൊടുക്കും, തലമണ്ടക്കിട്ടൊക്കെ അടിക്കുന്നതാണ്. അടി എന്ന് പറഞ്ഞാൽ അടി. പിന്നെ ഗ്രാൻഡ് പേരൻസ് ഈ കുഞ്ഞുങ്ങൾ തല്ലി കൊല്ലല്ലേ, അടുപ്പിള്ള മാതാപിതാക്കളെ മുമ്പിൽ വെച്ചൊക്കെ ആയിരിക്കും ഈ അടിക്കുന്നത്. ഇത്ര ഉള്ള സാധനങ്ങളെ ഒരു തെറ്റ് ചെയ്യാത്ത ജീവിത പങ്കാളിയോടുള്ള ദേഷ്യം അതിങ്ങനെ ഉള്ളിൽ കിടക്കുക. ഇന്നലെ തലേന്ന് അടി ഉണ്ടാക്കിയതാ, രാവിലെ ആയിട്ടും അടി തീർന്നിട്ടില്ല. അപ്പോഴാണ് കുഞ്ഞ് എന്തോ എടുത്ത് വെക്കാൻ, സാധനം എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല, അത് തോണ്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്തോ കാലെ പിടിച്ച് 2 കറക്കൊക്കെ കെട്ടി. എന്നിട്ട് പണ്ടൊക്കെ, ഇന്നിപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് തുണിയൊന്നും അലക്കണ്ട. പണ്ടൊക്കെ നമ്മളിങ്ങനെ അല്ലേ വീട്ടിലൊക്കെ പുതപ്പൊക്കെ അലക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളാ. കാരണം പുതപ്പ് നല്ല ഈ വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ പിന്നെ പൊക്കണമെങ്കിൽ 2 പേര് വേണം, അത്രയും വെയിറ്റാണ് ഈ പുതപ്പൊക്കെ. മാസത്തിലൊരിക്കൽ 2 മാസം കൂടുമ്പോഴൊക്കെ അലക്കുള്ളൂ. എന്നാൽ പോലും ഇത് അലക്കെന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത് ഈ വെള്ളത്തിലേക്ക് മുക്കി പൊങ്ങി വരുമ്പോഴേക്ക് പിന്നെ പിടിക്കണമെങ്കിൽ 2 പേര് വേണം. അപ്പൊ ഞങ്ങളും കൂടി കൂടിയിട്ടാണ് ഈ പുതപ്പെടുത്തിട്ട് ഈ പാറക്കല്ലയിലിട്ട് അടിക്കുന്നത്. നല്ല വെയിറ്റാ പുതപ്പിന്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പിടിക്കാൻ പറയാം, അമ്മ അപ്പുറത്തെ സൈഡിൽ പിടിക്കും, ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ പിടിച്ചിട്ട് വെള്ളം പോകാൻ പിടിക്കുന്നതായി പറയുന്നത്. ഇതുപോലെ ചില പിള്ളേരൊക്കെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് ദേഷ്യം കയറി കഴിയുമ്പോൾ. അത് പിശാചിന് അവസരം കൊടുത്ത അനേകര് നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ തിന്മ
അതിലൂടെ അതായത് ഈ കോപത്തെ നിയന്ത്രിക്കാതെ, ഈ വൈകാരികതയെ കർത്താവിൻ്റെ സ്നേഹത്തിൽ സൗഖ്യമെടുക്കാതെ, ഈ അനിയന്ത്രിതമായി നിൽക്കുന്ന കോപത്തിൻ്റെ പിന്നിലുള്ള കാരണത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു ഹീലിംഗ്, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള സൗഖ്യമെടുക്കാതെ അതിനെ സൂര്യാസ്തമയത്തിന് ശേഷവും ആ തിന്മയ്ക്ക് നമ്മളിൽ തുടരാൻ ഇടം കൊടുത്താൽ ആ തിന്മ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കും. ഇപ്പം ഞാൻ ആ കോപം എന്ന് പറയുന്ന തിന്മയുടെ സ്വാധീനത്തിലാണ്. പിശാച് അതിലൂടെ കയറി, ഈ ദുരാത്മാവ് പ്രവേശിച്ചു. അതുകൊണ്ടാണ് സാധാരണ നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് പറയുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം എന്തെങ്കിലുമൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇന്ന് നമുക്ക് കുമ്പസാരിച്ച് ഒരു തെറ്റ് പറ്റി, നാളെയും കുമ്പസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസവും തെറ്റ് വരും, അടുത്ത ദിവസം കുമ്പസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാ ദിവസവും കുമ്പസാരിച്ചെന്ന് കരുതി ആരും നമ്മളെ അതിൻ്റെ പേരിൽ ക്രൂശിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. നമ്മുടെ ആത്മീയ അവസ്ഥയും നമ്മുടെ വൈകാരിക അവസ്ഥയും നമുക്കറിയാം. നമ്മൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് വിടുതൽ കിട്ടേണ്ട മേഖലകൾ നമ്മളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇന്നലെ ഒരു പയ്യനെ കൊണ്ട് അവന് ദേഷ്യം കയറി കഴിഞ്ഞാലുണ്ടല്ലോ, അവൻ ഇങ്ങനെ തലക്കിട്ടടിക്കുന്നത്. ഈ രണ്ട് കൈ വെച്ചിട്ട് അവൻ്റെ തല തന്നെ ഇങ്ങനെ തലക്കിട്ടടിക്കുക. അവൻ എന്നാലോചിച്ച് നോക്കിയേ, അവന് ദേഷ്യം വന്ന അവന് കൈ രണ്ടും പിടിച്ചിട്ട് ഇവന്റെ തല അടിച്ചു പൊട്ടിക്കുവൻ. അത് പിന്നെയും കുഴപ്പമില്ല അല്ലേ, അവൻ്റെ തലയല്ലേ. നമ്മുടെ തലയാണ് തല്ലി പൊട്ടിക്കുന്നെങ്കിലോ അല്ലേ. ചിലർ ബാക്കിയുള്ളവരുടെ തലയാണ് തല്ലി പൊട്ടിക്കുന്നത്, തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നതാണ്. ഇത് സ്വന്തം തലയാണ്. അവൻ ദേഷ്യം കയറി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ തലയെ പിടിച്ച് വലിക്കുകയും ചെയ്യും, ഈ കൈ വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഏതൊക്കെ രീതിയിലാണ് ഈ പിശാച് പ്രവർത്തിക്കുന്നത് നോക്കിയേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പലതും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കോപിക്കാം, പക്ഷെ ഈ സാധനം സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കാൻ അനുവദിക്കരുത്. എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഈ ഐറ്റത്തെ കൊണ്ടുപോകരുത്. ഈ പിശാചിന് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. ഡെയിലി ഹീലിംഗ് ആവശ്യമുള്ള വിഷയമാണിതെന്ന്. കാരണം എന്താ, നമ്മളൊരു കുടുംബത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വ്യത്യസ്തമായ വൈകാരികതകൾ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് അവിടെ അടി ബഹളം ഒച്ചപ്പാടൊക്കെ ഉണ്ടാവും, ദേഷ്യപ്പെടും, സ്വാഭാവികമാണ്, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ അത് ഉള്ളി വെച്ചുകൊണ്ട്, ആ കോപം, ആ വെറുപ്പ്, ആ ദേഷ്യമൊക്കെ ഉള്ളി വെച്ചുകൊണ്ട് നീ കിടന്നുറങ്ങാൻ പോവുകയും പ്രഭാതത്തിൽ അതിൽ തന്നെ തുടരുകയും ചെയ്യുമ്പോൾ തിന്മയ്ക്ക് നീ അവസരം കൊടുത്തു. നീ പിശാചിന് പ്രവേശിക്കാൻ വാതിൽ തുറന്നു കൊടുത്തു എന്നർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മേഖലയിൽ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് നിരന്തരം നമുക്ക് ഈ MSF സഭയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ക്ഷിപ്രകോപിയായിരുന്നു, ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. വൈദികനായിരുന്ന സമയത്തൊക്കെ വെട്ടൊന്ന് മുറി രണ്ട് അതുപോലെ സംസാരിക്കും, അത്ര ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്. മെത്രാനായി ഉയർത്തപ്പെട്ട സമയത്ത് ഫ്രാൻസിസ് സാലസ് ഉള്ളതുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എന്നിലുള്ളൊരു വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റണില്ല. എന്നിലൊരു വികാരത്തെ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഞാൻ എങ്ങനെ ഒരു രൂപത മുഴുവനും നയിക്കും? എനിക്ക് എന്നെ തന്നെ നയിക്കാൻ പറ്റണില്ല, പിന്നെ എങ്ങനെ ഒരു രൂപത മുഴുവൻ എനിക്ക് നയിക്കാൻ പറ്റും? അവിടെ നിന്ന് തുടങ്ങിയ ആത്മാർത്ഥമായ ആഗ്രഹവും ദൈവസ്നേഹത്തോടുള്ള നിരന്തരമായ പ്രത്യുത്തരവും സ്വന്തം ജീവിതത്തിലെടുത്ത എഫേർട്ടും അത് കൊണ്ടെത്തിച്ചത് സഭയിലെ സൗമ്യനായ വിശുദ്ധൻ എന്ന പദവിയിലേക്കാണ്. നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്ത് ദ ജെന്റിൽമാൻ സെയിന്റ് ഓഫ് ദ ചർച്ച് എന്ന് അടിച്ചു കൊടുത്താൽ യു വിൽ ഗെറ്റ് സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ്, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് എന്ന് കിട്ടും. ഏറ്റവും സൗമ്യനായ വിശുദ്ധൻ. 10-16 വർഷക്കാലം നിരന്തരമായ പരിശ്രമവും ദൈവകൃപയോടുള്ള സഹകരണം കൊണ്ട് തൻ്റെ മേൽ ഒരു ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഈ ദുരാത്മാവിനെ പുറത്താക്കുക മാത്രമല്ല, ഏറ്റവും എളിമയുള്ള വിശുദ്ധനായിട്ട് ഈ വിശുദ്ധൻ മാറി. പറഞ്ഞ ഹല്ലേലൂയ. അതായത് ആ തിന്മയ്ക്ക് ഒരല്പം പോലും തൻ്റെ ആത്മാവിനെ പീഡിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആ തിന്മയെ പുറത്താക്കി. ഒരു സ്വാധീനം കിട്ടാത്ത രീതിയിൽ പരിപൂർണമായും ദൈവസ്നേഹത്തിൽ ഐക്യപ്പെടുകയും എത്ര കണ്ട് എളിമപ്പെടാൻ പറ്റുന്നു അത്ര കണ്ട് ദൈവത്തെ സ്നേഹത്തിന്റെ മുമ്പിൽ എളിമപ്പെട്ട് ഈ പൈശാചിക സ്വാധീനത്തോട് പൂർണ്ണമായും വിടുതലും വിട പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഫ്രാൻസിസ് സാലസ് ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് സഭയിൽ നിന്ന് എളിമയുടെ വിശുദ്ധൻ അല്ലെങ്കിൽ ജെന്റിൽമാൻ സെയിന്റ് എന്നാണ് ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ പലരുടെ തലയ്ക്കകത്ത് കിടക്കുന്ന ചിന്ത എന്താ വെച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ ചിലർ എൻ്റെ സ്വഭാവം നിങ്ങളുടെ അല്ല,
വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത്. എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് തണുത്താൽ മതി. പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക്. പിന്നെ ചിലർ എൻ്റെ അപ്പനും അപ്പാപ്പനും ഒക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യക്കാരനാണ്. പല നായകനാണ് പറയുന്നത്. നമ്മളിലുള്ള ഒരു തിന്മയെ ന്യായീകരിക്കുന്നതിന് പകരം എങ്ങനെ ആ തിന്മയിൽ നിന്നും പുറത്തു വരാൻ പരിശ്രമിക്കാം എന്നുള്ളതാണ് ഒരു ആത്മീയ മനുഷ്യൻ ആലോചിക്കേണ്ടത്. നമ്മളിലുള്ള ഒരു പാപത്തോട് സൗമ്യനസ്സം കാണിക്കുന്നതിനും ഉപരി ഈ പാപത്തിൽ നിന്നും എങ്ങനെ ദൈവസ്നേഹത്തിൽ പുറത്തു കടക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരു തിന്മ നമ്മളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന കാരണം കൊണ്ടാണ് പ്രവേശിച്ചത്, കാരണത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ കാരണത്തിന് പ്രതിവിധി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പുറത്തു കടക്കാനുള്ള പ്രതിവിധി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു തിന്മയെ താലോലിക്കുകയല്ല, ആ തിന്മയിൽ നിന്നും പുറത്തു കടക്കാനുള്ള പരിശ്രമമാണ് നിരന്തരമായി നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലേ, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റണില്ലേ, we need to identify എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല, എന്നിട്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള വഴികളെ, സാധ്യതകളെ കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത്. ഉറക്കെ പറ ഹല്ലേലൂയ. ഇനി അടുത്തത്, ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 2 കൊരിന്തോസ് 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, 10-11 തിരുവചനങ്ങൾ. പിശാച് ഒരുവനിൽ അതിശക്തമായി പ്രവർത്തിക്കുകയും പ്രവേശിക്കുകയും അവസാനം പിശാച് ആത്മാവിനെ നിത്യനരകത്തിനായിട്ട് അവനെ ബന്ധിച്ചിടുന്ന ഒരു മേഖലയാണ്. വായിച്ചോ. പൗലോസിനെ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഹൃദയത്തെ വെടിപ്പാക്കി സൂക്ഷിക്കുന്നത്? എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ കാരണങ്ങൾ നിരവധിയുണ്ട്. എന്നെ വേദനിപ്പിച്ചവർ ഒത്തിരി പേരുണ്ട്, എന്നെ മുറിപ്പെടുത്തിയവർ അനേകരുണ്ട്, എന്നെ ഇന്നും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനേകർ എൻ്റെ കൂടെ തന്നെയുണ്ട്. പുറത്തൊന്നും പോകണ്ട, എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, എൻ്റെ കൂടെ തന്നെ വസിക്കുന്നുണ്ട്. നിരന്തരം എന്നെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മുറിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും അകാരണമായി എന്നെ ഭാരപ്പെടുത്തുകയും ചെയ്യുന്നവർ എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഇവരോട് ക്ഷമിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് പൗലോസ് പറയുന്നത്. അതിന് കാരണം ഇതാണ്, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ. നമുക്കറിയാലോ പിശാച് പ്രവർത്തിക്കുന്ന വഴി ഏതാണെന്ന്. നമ്മൾ അറിവില്ലാത്തവരല്ലല്ലോ പൗലോസ്, നമുക്കറിവില്ലാത്തവരല്ലല്ലോ. ഉള്ളിൽ വെറുപ്പും ദേഷ്യവും പകയും ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിന്റെ ഉടമയാക്കി എന്നെ മാറ്റി എൻ്റെ മേൽ പിശാച് അവന്റെ തന്ത്രം പ്രയോഗിച്ച് എന്നെ അവന്റെ അടിമയാക്കും എന്നുള്ളത് എനിക്കറിയാലോ. അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. എന്തിനാ? പിശാചിന്റെ അടിമത്തത്തിലേക്ക് ഞാൻ പോകാതിരിക്കാൻ. ഒരു ജ്ഞാനമാണ്, ദൈവിക ജ്ഞാനമാണത്. എൻ്റെ ആത്മരക്ഷ നഷ്ടപ്പെടുത്താതിരിക്കാൻ, എൻ്റെ സ്വർഗം എനിക്ക് നിഷേധിക്കപ്പെടാതിരിക്കാൻ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ വേറെ കാരണമൊന്നുമില്ല. വേറെ കാരണങ്ങൾ അന്വേഷിച്ച് പോയിട്ട് ഒരു കാര്യവുമില്ല, ഒന്നുമില്ല. കാരണം നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ച് പോകുന്നതിനനുസരിച്ച് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും കാരണം അന്വേഷിച്ച് പോയാൽ അവസാനം നമുക്ക് അവരോട് ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ നമ്മൾ കൂടുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇതിനൊരു കാരണവും അന്വേഷിക്കാതെ ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. കാരണം ക്ഷമിക്കാതിരിക്കുന്ന എൻ്റെ ആത്മരക്ഷയാണ് ഞാൻ അപകടത്തിലാക്കുന്നത്. ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ പിശാചിന് എൻ്റെ മേൽ ആധിപത്യം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് പിശാചിന് ഞാൻ അവസരം കൊടുക്കുന്നില്ല. അവൻ എൻ്റെ മേൽ പ്രവേശിക്കാൻ ഞാൻ അവകാശവും ഒരു പ്രവേശന കവാടവും തുറന്നു കൊടുക്കുന്നില്ല. അവർക്ക് പറ ഹല്ലേലൂയ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഇന്ന് മാത്രമല്ല, നമ്മുടെ മരണം വരെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ദൈവിക ജ്ഞാനത്തിൻ്റെ വെളിപാടാണ്. എല്ലാവരോടും ക്ഷമിച്ച് ഓരോ ദിവസവും സൂര്യാസ്തമയത്തിന് മുമ്പ് എല്ലാവരോടും ക്ഷമിച്ചിട്ട് പോയി കിടക്കാവൂ. പിറ്റേ ദിവസത്തേക്ക് ഈ പിശാചിനെ കൊണ്ടുപോകരുത്.
ജീവിതത്തിൻ്റെ നിരവധിയായ അനേകരുടെ ജീവിതത്തിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടും തടസ്സപ്പെട്ട് കിടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ക്ഷമിക്കാൻ പറ്റാത്തതാണ്. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ബ്ലെസ്സിങ്, ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും അനേകർ പ്രാപിക്കാത്തതിൻ്റെ അടിസ്ഥാന കാരണം ക്ഷമിക്കാത്തതാണ്. ഉള്ളിൽ വെറുപ്പ് കിടക്കുന്നതുകൊണ്ടാണ്. കാരണം എന്താ? ദൈവസ്നേഹമാണ്. അപ്പൊ ദൈവസ്നേഹത്തിനെതിരായ ഏറ്റവും വലിയ തിന്മയാണ് ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നത്. ആ ദൈവ സാന്നിധ്യത്തെ നമ്മൾ തിരസ്കരിച്ചു. ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ സ്നേഹം ഉണ്ടായിരിക്കണം. എന്നിൽ വെറുപ്പാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസ്നേഹത്തെ ഞാൻ തള്ളിക്കളഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉള്ളപ്പോഴാണ് വചനം പറയുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ. 1 കൊരിന്ത്യർ 2:9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരുവനിൽ ഒരു ആത്മീയ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ, ദൈവിക രഹസ്യങ്ങൾ ഒരു ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടാൻ, അവന് ഹൃദയം കൊണ്ട് എല്ലാവരോടും ക്ഷമിച്ച് ദൈവസ്നേഹത്തിന്റെ നിറവിലായിരിക്കണം ആത്മാവ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന കാരണം കൊണ്ട് അവരെന്നെ എനിക്കെതിരെ കേസ് കൊടുത്തു, അവരെന്നെ വേദനിപ്പിച്ചു, എനിക്കെതിരെ ഇല്ലാത്തത് പറഞ്ഞു, അവരെന്റെ അതിർത്തി മാന്തി, അവരെന്റെ വഴി അടച്ചു, ഇങ്ങനെ 100 കൂട്ടം കാരണങ്ങൾ നിരത്തിയാലും ഇതൊന്നും ക്ഷമിക്കാതിരിക്കാനുള്ള കാരണമല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് കുരിശിൽ കിടന്നപ്പോ ഈശോ പറഞ്ഞത് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്നാണ്. ഈശോയ്ക്ക് പറയാറ് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. കാരണം എൻ്റെ താടിമീശ പിടിച്ചു പറിച്ചതാണ് ഇവന്മാര്, എൻ്റെ മുഖത്തൊക്കെ തുപ്പിയതാണ്. ഇത് കണ്ട എൻ്റെ ശരീരം മുഴുവൻ ഇതുപോലെ കീറി മുറിച്ചത് ഈ നിൽക്കുന്നവന്മാരാണ്. അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കല്ലേ, വേണമെങ്കിൽ വേറെ വല്ലവരോടൊക്കെ അല്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞത് ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. കർത്താവ് ഉള്ളുകൊണ്ട് ഇവരോടെല്ലാം ക്ഷമിച്ചത് കൊണ്ടാണ്, ഇവരുടെ അജ്ഞതയാണ്, ഇവരുടെ അറിവില്ലായ്മയാണ് ഈ മുറിപ്പെടുത്തിയതിന് കാരണമെന്ന് തമ്പുരാന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. നമ്മളെ മുറിപ്പെടുത്തുന്നവർ ആത്മീയ അന്ധരാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അല്ലാതെ നിർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ആരെങ്കിലും വെറുതെ അയൽവക്കത്ത് കിടക്കുന്ന ആരെ പോയി തെറി പറയാറുണ്ടോ? ഉണ്ടാവുമായിരിക്കും. അയൽവക്കാരെ വിളിച്ച് ചോദിക്കേണ്ടി വരും. അല്ല, സാധാരണ നമ്മൾ ആരെങ്കിലും ശുശ്രൂഷയും വചന ശുശ്രൂഷയും ധ്യാനം ആരാധന കഴിഞ്ഞിട്ട് വെറുതെ അന്ന് നിൽക്കുമല്ലോ, ധ്യാനമൊക്കെ കൂടി വന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതി ചേച്ചേ അയൽവക്കത്ത് പുറത്തേക്ക് നല്ല കണ്ണും പൂട്ടി 2 തെറി ചുമ്മാ വെറുതെ ഇരിക്കുമല്ലോ എന്ന് കരുതി പറഞ്ഞിട്ട് നമ്മൾ സമാധാനത്തിലകത്തേക്ക് വാലടച്ചു പോയി. നമ്മൾ ആരെങ്കിലും ചെയ്യോ? നമ്മളാരും അങ്ങനെ ഒന്നും ചെയ്യാൻ പോവുകയല്ല. നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നമ്മൾ പോവുകയല്ല. കാരണം നമുക്ക് ഇച്ചിരിയെങ്കിലും തലയ്ക്കകത്ത് ആത്മീയ ജ്ഞാനം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ആത്മീയ ജ്ഞാനമില്ലാത്തവൻ, ദൈവിക ജ്ഞാനമില്ലാത്തവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളെ തെറി പറഞ്ഞെന്നിരിക്കും. പുറകെ നടന്ന് തെറി പറയും അല്ലേ? പുറകെ നടന്ന് ദാവീദിന്റെ പുറകെ നടന്ന് ഒരുത്തൻ തെറി പറയാൻ തുടങ്ങി. അവസാനം കൂടെ നിന്ന പരിചാരകൻ പറയും, ഇവനെ അങ്ങോട്ട് തീർത്തേക്കട്ടെ, കുറെ നേരമായി ഇവൻ പുറകെ നടന്ന് ഈ തെറി പറയാൻ തുടങ്ങിയിട്ട്. നമ്മുടെ കൈപ്പാങ്ങിൽ നിൽക്കുന്ന ഒറ്റ കീറ് കൊടുത്താൽ, വാളെടുത്ത് ഒറ്റ വീശ കൊടുത്താൽ അവൻ്റെ തല താഴെ കിടക്കും. ചെയ്യട്ടെ എന്ന് പറയും. ദാവീദ് പറഞ്ഞ എന്നാ? അവൻ എന്നെ ശപിക്കാൻ, കുറ്റപ്പറയാൻ ദൈവം അനുവദിച്ചതാണെങ്കിൽ നോ പറയാൻ ഞാൻ ആരാ? നമ്മൾ അനാവശ്യമായിട്ട് ഈ വഴി കൂടി പോകുന്ന പട്ടിയുടെ കൊണ്ട് വായിട്ടിട്ട് കൈയിട്ടിട്ട് കടിപേടിക്കാണ്ട് കുറച്ചോട്ടെ. ചുറ്റുപാട് നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ കുറയ്ക്കുന്ന എല്ലാ പട്ടിയെയും നിങ്ങൾ തെറി വിളിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തോ? നിങ്ങൾക്ക് കോട്ടയത്താണ് പോകേണ്ടത്, നടന്നാ പോകുന്നതെന്ന് വിചാരിക്കും. എന്തോരം പട്ടികളാണ് വഴിയിലൊക്കെ ഉള്ളത്. പോകുന്ന വഴിക്കുള്ള എല്ലാ പട്ടിയും നിങ്ങളെ കാണുമ്പോൾ, കൂട്ടിലിട്ടേക്കുന്ന പട്ടി ഒന്ന് കൂട്ടിക്കിടോ പട്ടി എന്ന് ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ആ പട്ടിയെടുത്ത് പോയിട്ട് എന്താ പട്ടി ഇവിടെ കുറയ്ക്കുന്നത്? ഒരു 10 മിനിറ്റ് ആ പട്ടിയോട് തെറിയൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ടും കയറിയേക്കാം. ഈ കുറയ്ക്കുന്ന എല്ലാ പട്ടികളോടും നിങ്ങൾ തിരിച്ച് സംസാരിക്കാൻ പോയാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തില്ല. ഇതാണ് പലരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കുറയ്ക്കും. ചിലപ്പോൾ അമ്മായപ്പനായിരിക്കും, അമ്മായിയമ്മയായിരിക്കും, അയൽവക്കക്കാരായിരിക്കും, വീട്ടുകാരായിരിക്കും, കുടുംബക്കാരായിരിക്കും, മക്കളായിരിക്കും. ഈ കുറയ്ക്കുന്നവരെല്ലാ പട്ടികളും കുറെ നിർത്തിയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തൂല.
അതിനേക്കാളും നല്ലത് കുറച്ചോട്ടെ. കുറച്ച് തൊണ്ട പൊട്ടിക്കഴിയുമ്പോൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കിയേ. കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ ചില സമയത്ത് പുറത്തേക്ക് കുറച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയും ചില പട്ടികൾ കുറയ്ക്കുന്നു, കുറച്ചുകൂടി ഉച്ചത്തിൽ കുറയ്ക്കേ, പഴയ ബേസ് ഒന്നും ഇല്ലല്ലോ, ഇച്ചിരി ഒച്ചത്തിൽ കുറയ്ക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോയത്. കുറച്ചോട്ടെ. നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സംഭവിക്കുന്ന എന്നാണെന്നറിയാമോ? ഈ കൂട്ടിക്കിടക്കുന്ന പട്ടിയുടെ സ്വരം പയ്യെ കേൾക്കാതെയാകാൻ തുടങ്ങും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് അറിയാമോ? ഈ കുറയ്ക്കുന്നതാണ് മുഴുവൻ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വിളിയുണ്ട്. ദൈവസ്നേഹത്തിൽ കർത്താവിൻ്റെ മുഖം കൺമുമ്പിൽ കണ്ട് വിശ്വാസത്തിൻ്റെ ഒരു യാത്ര അതിൻ്റെ അന്ത്യത്തിൽ എത്തിക്കാനുള്ള വിളി, ദൈവഹിതമനുസരിച്ച് പൂർത്തീകരിക്കപ്പെടാനുള്ളൊരു വിളി നമുക്കുണ്ട്. അപ്പം അതിന് നമ്മുടെ യാത്രകളിൽ ഇങ്ങനെ കുറയ്ക്കുന്ന ആ പട്ടിയെ കണ്ട് നിന്ന് പോകരുത്. അവർക്ക് പറയാമോ ഹല്ലേലൂയ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിംഹമാണ് നടക്കുന്നതെങ്കിൽ പട്ടി കുറച്ചാൽ ഈ സിംഹം ഈ പട്ടിയെ ഓടിച്ചിടാൻ പോവോ? സിംഹം കൂളായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ? ഇതൊന്നും വലിയ അവ കുറയ്ക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആർക്കറിയാം? സിംഹത്തിന് തൊടാൻ പരിസരത്ത് വരികയില്ലെന്നുള്ള കാര്യം എന്ന് പറയുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ രാജാക്കന്മാരെ പോലെ നമ്മൾ നടന്നോളുക. പട്ടി കുറച്ചോട്ടെ. പട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉദ്ദേശിച്ച ജർമ്മൻ ഷെപ്പർഡിനെ അല്ല, മനസ്സിലായല്ലോ അല്ലേ? വീട്ടിലുള്ള വേറെ പട്ടികളുണ്ടല്ലോ, അയലൊക്കത്തും ചുറ്റുപാടും കുടുംബത്തിലൊക്കെ ഉള്ള ചിലവര് അയ്യോ, കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ച അവളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഏകദേശം ക്രമീകരിക്കപ്പെട്ട അപ്പോഴാണ് വീട്ടിലുള്ള കുടുംബത്തിലുള്ള അമ്മയുടെ ഏതോ ബന്ധക്കാരെന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഭയങ്കര വിഷമം. കരച്ചിൽ തന്നെ കരച്ചിൽ. ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ കരഞ്ഞോ? മേക്കപ്പ് ഇട്ടിട്ട് കരഞ്ഞാൽ പിന്നെ മഹാവൃത്തികേടായിപ്പോ. എന്നാലും എന്താ വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആരും ഇല്ലായിരുന്നു എൻ്റെ കാര്യം നോക്കാൻ. ഇതെല്ലാം ഞാൻ തന്നെയാണ് പോയതും അന്വേഷിച്ചതും പിടിച്ചതും അധ്വാനിച്ചൊക്കെ. എന്നിട്ട് അവസാനം കുറ്റം പറയാൻ എല്ലാവരും ഉണ്ട്, സഹായിക്കാൻ ഒരാളും വന്നില്ല. എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് ഒരു കല്യാണം വീട്ടിൽ ഒരാളും കയറി വന്നില്ല. എന്നാൽ കുറ്റം പറയാനായിട്ട് സ്വന്തക്കാര് ചുറ്റും നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഭയങ്കരമായിട്ട് വിഷമായി, ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു, നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കാതിരിക്കാൻ ഇങ്ങനെ അമ്മാവന്റെ രൂപത്തിലും ആര് വരും? പട്ടി അതന്നെ, പട്ടി വരും, കുറയ്ക്കും. അത് നമ്മുടെ വിഷയമല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പം പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഇത് കഴിയുമ്പോഴായിരിക്കും ഇപ്പുറത്തെ ആൾ പറയുന്ന എന്തെങ്കിലും, പിന്നെ അതോർത്ത് കരയേണ്ടി വരും. അത് കഴിയുമ്പോഴായിരിക്കും ഇപ്പുറത്തുള്ള ആളെന്തെങ്കിലും പറയുന്നത്. കരയാനേ സമയം ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ കരയാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പോലും വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ഈശോ പറഞ്ഞത്, ദൈവസ്നേഹം ഇല്ലാത്തവനിൽ നിന്നും ഒരു ഉപദേശവും സ്വീകരിക്കരുത്. അവരെ ശ്രദ്ധിക്കാൻ പോലും പോരുത്. ദൈവസ്നേഹം ഇല്ലാത്ത ടീമിൻ്റെ അവരുടെ ഉപദേശമൊന്നും സ്വീകരിക്കണ്ട. അതിപ്പോൾ നിന്റെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കൂടപ്പുറപ്പാണെങ്കിലും അമ്മാവനാണെങ്കിലും അളിയനാണെങ്കിലും ദൈവസ്നേഹമില്ലാത്ത വർഗമാണോ, ഇതിൻ്റെ ഉപദേശമൊന്നും സ്വീകരിക്കാൻ പോയേക്കരുത്. കുറേ ഉപദേശം തരും നിങ്ങൾക്ക്. ഇവർക്ക് ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ടാവും ഉപദേശിക്കാനേ. അപ്പോൾ വിളിച്ചിരുത്തിയൊക്കെ ചില ഉപദേശമൊക്കെ തരും. ഒന്നും കേൾക്കാൻ പോകണ്ട. ഇതിൽ കൂടി കേട്ടിട്ട് ഇതിൽ കൂടി കളഞ്ഞു. ദൈവസ്നേഹം ഇല്ലാത്തവനിൽ നിന്നും ഉപദേശം പോലും സ്വീകരിക്കാൻ പോയേക്കരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മീയതയില്ലാത്ത, ദൈവസ്നേഹമില്ലാത്ത, ദൈവത്തോട് കരുതലില്ലാത്ത, ദൈവവചനത്തോടനുസരിച്ച് ഇവരുടെ ഒന്നും ഒരു ഉപദേശവും സ്വീകരിക്കാൻ പോകരുത്. കാരണം എന്താ? അവസാനം നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി മാറ്റും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, അവനൊന്നും ദൈവസ്നേഹമില്ല, അതുകൊണ്ട് ഈ വക സാധനങ്ങളെ ഒന്നും കർത്താവ് ശ്രദ്ധിക്കില്ല. അവർക്ക് പറ ഹല്ലേലൂയ. പലതരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വചനം. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ചാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇനി ശ്രദ്ധിക്കണം, ദൈവവചനത്തിനെതിരെ, ദൈവസ്വരത്തിനെതിരെ നിരന്തരം പിശാച് നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ആദിമാതാപിതാക്കൾക്ക് സംഭവിച്ചത്. അവർ പിശാചിനെ നുണ കേട്ടതുകൊണ്ടാണ് ഈ അബദ്ധം മുഴുവൻ പറ്റിയത് എന്ന് പറയുന്ന പോലെ നിരന്തരം ദൈവസ്വരത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ പിശാച് നമ്മോട് നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ നുണ
പിശാച് നമ്മുടെ കാതുകളിൽ തരുമ്പോൾ നാം അത് സ്വീകരിക്കുമ്പോൾ നുണയും നുണയുടെ പിതാവായ പിശാചിനെയും നാം സ്വീകരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന്റെ അടിമത്തങ്ങളിലേക്ക് പോകും അനേകര്. പ്രത്യേകിച്ച് കൗൺസിൽ മുറികളൊക്കെ നമ്മൾ കാണുന്ന ധ്യാനത്തിലൊക്കെ കണ്ടുമുട്ടുന്ന ചിലരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അച്ഛാ എന്നെ ആർക്കും വേണ്ട അച്ഛാ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല അച്ഛാ, ഞാൻ ഒറ്റയ്ക്കാണ് അച്ഛാ, എന്റെ ജീവിത പങ്കാളിക്ക് പോലും എന്നെ വേണ്ട അച്ഛാ, മക്കൾക്ക് എന്നെ വേണ്ട അച്ഛാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, ചേച്ചിയുടെ അടുത്ത് ആരാ ഇത് പറഞ്ഞേ? ആരാ പറഞ്ഞേ? അല്ല അങ്ങനെയാണ് അച്ഛൻ്റെ അവസ്ഥ. ചേച്ചിക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞേ? അല്ല എനിക്ക് ആരുമില്ല അച്ഛൻ്റെ ഭർത്താവ് പോലോ. നോക്കിയേ, പിശാചിന്റെ ഏറ്റവും വലിയ നുണയാണ്, പിശാച് തലയ്ക്കകത്ത് കൊടുത്ത ഏറ്റവും വലിയ നുണയാണ് നിനക്ക് ആരുമില്ല എന്ന്. നിനക്ക് ദൈവം ഉണ്ടെന്നേ. ആരുമില്ലാത്തവനും ദൈവം ഉണ്ടെന്നേ. പിന്നെ നിനക്ക് അങ്ങനെ പറയാൻ പറ്റും എനിക്ക് ആരുമില്ലെന്ന്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന്? ഈ നുണ പിശാച് അനേകരുടെ മനസ്സിൽ അടിച്ചുറപ്പിച്ചിട്ട് ഇന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതം കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. പലരും കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒന്നിനോട് താല്പര്യമില്ല, ജീവിതത്തോട് പോലും താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നെ ആർക്കും വേണ്ട അച്ഛാ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് ഈ നുണ, പിശാച് തലയ്ക്കകത്ത് കൊടുത്ത നുണയെ സ്വീകരിച്ച് ആ പൈശാചിക സ്വാധീനത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി കഴിയുമ്പോൾ കഠിനമായിട്ട് മാറും. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കിയാലും തിരുത്താൻ നോക്കിയാലും ഈ സാധനത്തിന്റെ തലയ്ക്കകത്ത് കയറുകയില്ല. കാരണം തിന്മ മനസ്സിനെ, ബുദ്ധിയെ, ചിന്തയെ, വൈകാരികതയെ കൺട്രോൾ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എന്താ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും, ചിലപ്പോൾ എല്ലാവരും ഉണ്ടാകും, എല്ലാവരും സ്നേഹിക്കുന്നുണ്ടാകും, അത് പോട്ടെ, ഇവർ ആരുമില്ലേലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ചാലും പെറ്റ അമ്മ മറന്നാലും മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവുണ്ട്. അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ജീവിക്കുന്നവനായ ദൈവമുണ്ട്. ഈ സത്യത്തെ, അതുകൊണ്ടാണ് ഇവൻ നുണയുടെ പിതാവാന്ന് പറഞ്ഞേ. ഇവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, ഇവനിൽ സത്യമില്ല. അപ്പൊ യഥാർത്ഥ സത്യത്തെ മറച്ചു പിടിക്കാൻ തക്ക വിധത്തിൽ, ആ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ തക്ക വിധത്തിലാണ് പിശാച് നമ്മുടെ തലയ്ക്കകത്തേക്ക് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കേൾക്കുക മാത്രമല്ല സ്വീകരിക്കുകയും ഈ നുണ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം കിട്ടുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനസ്സിനെ പോലും പിശാച് വ്യതിചലിപ്പിക്കും. ഈ മേഖലകളൊക്കെ ശരിക്കും നമുക്ക് ഡെലിവറൻസ് ആവശ്യമുള്ള മേഖല. ചിലർക്കൊക്കെ അച്ഛൻ എനിക്ക് പറ്റില്ല, അച്ഛൻ എനിക്ക് പറ്റില്ല, അച്ഛൻ എനിക്ക് പറ്റില്ല. അപ്പം മോളെ നിന്റെ അടുത്ത് ആരാ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല? ഇല്ല അച്ഛൻ എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ അനുഭവം അങ്ങനെ, എന്നെ അവർ കളിയാക്കും. നിന്റെ അടുത്ത് ആരാ പറഞ്ഞാൽ കളിയാക്കുമെന്ന്? കളിയാക്കിക്കോട്ടെ, ഇപ്പം എന്നെ കുഴപ്പം. അല്ല എനിക്ക് പറ്റിയല്ല അച്ഛാ, എനിക്ക് പറ്റിയല്ല അച്ഛാ, എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ആരാ പറഞ്ഞത് നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ല? എനിക്ക് പറ്റില്ല അച്ഛാ, ഞാൻ കുറെ നോക്കിയത് എനിക്ക് പറ്റില്ല. കണ്ടോ, ഇതിങ്ങനെ ആ മനസ്സിന്റെ മേൽ ഈ നുണയുണ്ടല്ലോ, നിനക്ക് പറ്റില്ല എന്ന്. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കൊണ്ട് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന സത്യത്തിനെ തിരസ്കരിച്ചുകൊണ്ടാണ് പിശാചിന്റെ നുണ തലയ്ക്കത്ത്. എനിക്ക് പറ്റില്ല അച്ഛാ, എനിക്ക് പറ്റില്ല. കണ്ടോ, ഇതൊക്കെ വിടുതൽ വേണ്ട വിഷയമാണ്. കാരണം എന്താ, നമ്മുടെ ചിന്തകളെ പിശാച് വ്യതിചലിപ്പിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 11:3 വായിച്ചേ. 2 Corinthians chapter 11 verse 11:3. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ, തന്ത്രപൂർവം ഹവ്വായെ പിശാച് ചതിച്ചു. എങ്ങനെയാണ്? നിങ്ങളുടെ ചിന്തകൾ, ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ പൗലോസിനെ പറയുന്നേ. ഹവ്വായുടെ ചിന്തകളെ പിശാച് വ്യതിചലിപ്പിച്ചു, നുണ പറഞ്ഞ് പറ്റിച്ച് ആ ചിന്തകളെ പിശാച് വ്യതിചലിപ്പിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിന്റെ ലാളിത്യത്തിലും അവന്റെ പരിശുദ്ധിയിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ പിശാച് വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ പൗലോസിനെ പറയുന്നത്. ഹല്ലേലൂയ. അനേകരുടെ ചിന്തകളെ പിശാച് വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുക. നുണ പറഞ്ഞ വ്യതിചലിപ്പിക്കുന്നത്. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാലും കുഴപ്പമില്ല, പാപം ചെയ്താലും കുഴപ്പമില്ല. പിശാച് പറയും നീ പാപം ചെയ്തോ കുഴപ്പമില്ല, പാപം ചെയ്തിട്ട് നിനക്ക് ഇതുവരെ ഒന്നും പറ്റിയൊന്നുമില്ലല്ലോ, അവരൊക്കെ പാപം ചെയ്തിട്ട് കണ്ടില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ നീയും ചെയ്തോ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്നാ ചെയ്താല്? കണ്ടോ,
പിന്നെ നുണകളൊക്കെ തലയ്ക്കകത്ത് തന്ന് നമ്മളതെല്ലാം എടുത്ത് അവസാനം പിശാചിന് നമ്മുടെ മേൽ ആധിപത്യം, നമ്മുടെ മനസ്സിനെ, ചിന്തകളെ പിശാച് വ്യതിചലിപ്പിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നമ്മൾ ശക്തരാണ് എന്ന സത്യത്തെ പിശാച് നുണ പറഞ്ഞ് അവന്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ എന്നാന്നറിയോ, നമ്മൾ പിശാചിനോടുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ജനിക്കാൻ തുടങ്ങും. പേടിയാവും നമുക്ക്, പിശാചിനെ പേടിക്കാൻ തുടങ്ങും. നമ്മൾ ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പിശാചിനെ പേടിക്കണ്ട. അതുകൊണ്ടാണല്ലോ വചനത്തിൽ യോഹന്നാൻ സ്ലേഹ നമ്മളോട് പറയുന്നത്, ദൈവ പൈതലിനെ പിശാചിനെ തൊടാൻ പോലും പറ്റില്ല, പിന്നെ നമ്മളതിനെ പേടിക്കുന്നത്. അപ്പൊ നമ്മളിൽ പിശാച് ഭയം ജനിപ്പിക്കുക ചില നുണകൾ പറഞ്ഞ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചിലരൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയോ തകർച്ചയോ വിഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ഓടും ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ. അപ്പോഴേ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴേ ചിലവർ പറയും, ഇത് നിങ്ങളുടെ കുടുംബത്തില് മാതാപിതാക്കളായിട്ട് ചെയ്ത ശാപമാണ് കേട്ടോ. അപ്പോഴേ ഉള്ളിൽ ഒരു പേടി കയറി. ഇല്ലെങ്കിൽ പറയും, അതെ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണമേ നിങ്ങളുടെ അയലൊക്കത്തുള്ള അവരെന്തോ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ശരിയായി. വേറെ കുറെ ടീമുകളുണ്ട്, നിങ്ങളുടെ വീടിന് ചുറ്റും ആരൊക്കെയോ എന്തൊക്കെയോ പറ കുഴിമാന്തിയ കുറെ പേര് ഇന്നെ തിരിപ്പുണ്ട്. അതുകൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട്, വീടിന് ചുറ്റും ഇങ്ങനെ കുഴിച്ചിട്ടേക്കുവാന്നാ പറയുന്നത്. JCB കൊണ്ടുവന്നിട്ട് വേറെ വീട് വെക്കാൻ മാത്രം ചിലർ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ വീട് പണിയാനുള്ള തറ കെട്ടാൻ മാത്രം കുഴി ഉണ്ടാക്കിയവരെ എനിക്കറിയാം. ചുറ്റും കുഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ക്രിസ്തുവിൽ ആയിരിക്കുന്നവനെ പിശാചിനെ തൊടാൻ പറ്റില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ ചുറ്റുപാടും അസ്വസ്ഥതകളോ കുഴിച്ചിടുവോ മന്ത്രവാദം ചെയ്യോ കൂടോത്രം ചെയ്യോ എന്തും ചെയ്തോട്ടെ. ദാനിയേല് സിംഹക്കുഴിയിലാണ് കടന്ന്, തൊട്ടില്ല. അന്തരീക്ഷം അത്ര കണ്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല. വിശക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ ദാനിയേൽ എറിയപ്പെട്ടപ്പോഴും ദാനിയേൽ ഒരു സിംഹം തൊട്ടില്ല. അഗ്നികുണ്ഡത്തിന്റെ നടുവിലേക്ക് 3 യുവാക്കളെ ഇറക്കി. അവരിൽ കർത്താവിന്റെ ജീവിക്കുന്ന ദൈവത്തോട് ബന്ധവും വിശ്വാസത്തിന്റെ ധൈര്യം ഉണ്ടായതുകൊണ്ട് ഈ തീച്ചൂളയ്ക്ക് അവരെ തൊടാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ മന്ത്രവാദത്തെയും കൂടോത്രത്തെയും അവര് ചെയ്ത് ഇവര് ചെയ്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഭയത്തിലാണ് അനേകർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭയത്തിലൂടെ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു തിന്മയുണ്ട്. നിന്നെ ഭയപ്പെടുത്തി നിന്റെ മേൽ പിശാച് ആധിപത്യം ഉറപ്പിക്കുക. അതൊരു പ്രവേശന കവാടമാണ്. അതുകൊണ്ട് ചില നുണകളൊക്കെ പറയുമ്പോൾ നമ്മൾ അത് നമ്മളിലേക്ക് ഭയം ജനിക്കാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ തിന്മ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു പാപത്തെ കുറിച്ച് പോലും നമുക്ക് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ ഒരു ഭയമല്ല നമ്മൾ ജനിക്കേണ്ടത്, മറിച്ച് നമുക്ക് അനുതാപമാണ് ഉള്ളിൽ ഉണ്ടാകേണ്ടത്. തെറ്റുപറ്റിയല്ലോ, പാപം ചെയ്തു പോയല്ലോ, യെസ്. അപ്പൊ അതേക്കുറിച്ചൊരു അനുതാപമാണ് ആത്മാവ് നമ്മൾ ജനിപ്പിക്കുന്നത്. പാപബോധമാണ് പാപബോധമാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. പാപത്തെക്കുറിച്ചുള്ള ഭയമല്ല. അത് അശുദ്ധാത്മാവിന്റെ പ്രവർത്തനമോ കുറ്റബോധം, അത് പിശാചിന്റെ പണിയാണ്. എത്ര വലിയ പാപം ചെയ്താലും കുറ്റബോധത്തിൽ വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പാപബോധം ഉണ്ടായി അനുതപിച്ച് ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്നും പുറത്തു വരാൻ കർത്താവിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും വിശുദ്ധരൊന്നുമല്ല, നമ്മളാരും സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിറക്കിയവരൊന്നുമല്ല. നമുക്ക് ബലഹീനതകളുണ്ട്, ചോരയും നീരുമുണ്ട്. നമുക്ക് നമ്മുടേതായ ബലഹീനതകളും കുറവുകളും പോരായ്മകളൊക്കെ ഉള്ളപ്പോഴും കർത്താവിന്റെ കരുണയാണ് നമ്മുടെ വീഴ്ചകളിലും ഇടർച്ചകളിലും ഒക്കെ നമ്മളെ പൊതിഞ്ഞു പിടിച്ച് വീണ്ടും ജീവിതം, വിശുദ്ധ ജീവിതം പുനരാരംഭിക്കാൻ നമുക്ക് ശക്തി തരുന്നത്. കുറ്റബോധമാണെങ്കിലും പിന്നെ നമുക്ക് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റില്ല. നിരന്തരം നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ എല്ലാ ദിവസവും നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആ പാപം ചെയ്തില്ലേ, നമ്മൾ ആ തെറ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണല്ലോ കർത്താവ് പാപമറിയാത്തവൻ പാപമായി കാൽവരിയിൽ ഉയർത്തപ്പെട്ട് നമ്മുടെ പാപഭാരം മുഴുവൻ അവൻ കുരിശിൽ ചുമന്ന് വഹിച്ച് മാറ്റിയത്. അപ്പൊ കാരുണ്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും, ആ കാരുണ്യത്തിലാണ് നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടതും. അങ്ങനെയാണ് പിശാചിന് ഒരിക്കലും നമ്മുടെ ചിന്തകളിലോ മനസ്സിലോ ആലോചനകളിലോ പോലും അവന് പ്രവർത്തിക്കാനും പ്രവേശിക്കാനും നാം ഒരിക്കലും ഇടം കൊടുക്കരുത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷേ ഇതിലൂടെ എല്ലാം തിന്മയ്ക്ക് നമ്മുടെ മേൽ
പ്രവേശിക്കാനായിട്ട് പറ്റും.